ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫയർമാൻ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിസിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കാം. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഫയർമാൻ ആണ്, കോൺട്രാക്ട് ബേസിസിലാണെന്ന് ഓർത്തിരിക്കുക. 10ാം ക്ലാസ് പാസ്സായവർക്കിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് മിനിമം 4 അല്ലെങ്കിൽ 6 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കണം ഇൻ ഫയർ ഫൈറ്റിങ്ങിൽ, ഇൻ സ്റ്റേറ്റ് ഫയർ ഫോഴ്സിലോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലെ ഫയർഫോഴ്സിങ്ങിലോ ആണെന്ന് പറയണം. അപ്പം അതല്ലാത്തവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ആൻഡ് ഡാമേജ് കൺട്രോളിലുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളം അറിഞ്ഞിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് മിനിമം 1 വർഷത്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഫയർ പ്രിവെൻറ്റേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് വർക്ക്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർക്കിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 12 മെയ് 2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 23 മെയ് 2025 ഓർത്തിരിക്കാം. ഇനി എത്ര വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ജനറൽ കാൻഡിഡേറ്റിന് 10 വേക്കൻസി, ഒ ബി സിക്ക് 5 വേക്കൻസി, എസ് സിക്ക് 7 വേക്കൻസി, ഇ ഡബ്ല്യുസിന് 2 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 24 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി എത്ര വർഷത്തേക്കാണ് നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിസിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് ഇത് വിളിച്ചിരിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് നിങ്ങൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു പറയുന്നുണ്ടെന്ന് ഓർത്തിരിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് കിട്ടുന്ന 22,100 പ്ലസ് നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് കിട്ടുന്ന 22,800, തേർഡ് ഇയർ നിങ്ങൾക്ക് കിട്ടുന്ന 23,400 കിട്ടുന്നത്. സോ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. 30 വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 23 മെയ് 2025 ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ 24 മെയ് 1995 ശേഷം ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. ആപ്ലിക്കേഷൻ ഷുഡ് ബി ബോൺ ഓർ ആഫ്റ്റർ 24 മെയ് 1995. അതോടൊപ്പം ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഒ ബി സിക്ക്, 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ എസ് സിക്ക് കാൻഡിഡേറ്റിനാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം, അതായത് ബോഡി മാസ് ഇൻഡെക്സ്, അതായത് BMI എന്ന് പറയുന്നത് 29.9 ആയിരിക്കണം നിങ്ങളുടെ പറയുന്നുണ്ട്. അത് കൂടാനും പാടില്ല, നോട്ട് എക്സീഡ് 29.9 എന്ന് പറയുന്നത്. അതോടൊപ്പം മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് 70 മാർക്കിനായിരിക്കും. പിന്നീട് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് 30 മാർക്കിനായിരിക്കും. ഇത് രണ്ടും കണ്ടക്ട് ചെയ്യുന്നത് കൊച്ചി വെച്ചാണെന്ന് ഓർത്തിരിക്കുക. CSL കൊച്ചി വെച്ചാണെന്ന് ഓർത്തിരിക്കുക. സോ ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കാം. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റിന് 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ബാക്കി കാൻഡിഡേറ്റിനായിട്ട് SC ST കാൻഡിഡേറ്റിന് എക്സാം ഫീസ് ഇല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ബാക്കി കാൻഡിഡേറ്റിനെല്ലാം 200 രൂപയാണ് എക്സാം ഫീസ് എന്ന് ഓർത്തിരിക്കുക. സോ അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നല്ല ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് kochinshippyard.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരിൽ അപ്ലൈ ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ജോബ്സിനെ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു.